ഈ കഴിഞ്ഞ ദിവസം കുറേ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു വന്നൊരു വാർത്തയായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അവശ്യ മരുന്നുകൾ കിട്ടാനില്ല, സാധാരണക്കാർ വലിയ തോതിൽ ബുദ്ധിമുട്ടുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തി. യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്, അവിടുത്തെ മെഡിക്കൽ കോളേജ് കമ്മിറ്റി പ്രാദേശികമായി സംഭരിക്കുന്ന കുറച്ച് മരുന്നുകളുണ്ട്. ആ മരുന്നിന് ഒരു ചെറിയ സംഭരണത്തിൽ ക്ഷാമം നേരിട്ടു എന്ന് പറയുന്നത് വസ്തുതയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് സൗജന്യ ചികിത്സ മുടങ്ങുന്ന ഒരു സാഹചര്യവും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉണ്ടായിട്ടില്ല. രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന കേന്ദ്രങ്ങളിൽ ഒന്നുകൂടിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത്. ഇപ്പോൾ ആ പ്രാദേശികമായി ലഭിക്കാതിരുന്ന മരുന്നുകൾ കൂടി ഇന്നു മുതൽ എത്തിച്ചു തുടങ്ങിയിരിക്കുകയാണ്. വിവരങ്ങളുമായി ജോഷില നമ്മളോടൊപ്പം ചേരുകയാണ് കോഴിക്കോട് നിന്ന്. നോക്കാം എന്താണ് അവിടെ സംഭവിച്ചതെന്ന്, മാധ്യമങ്ങൾ നൽകിയ വാർത്തയുടെ സത്യാവസ്ഥ എന്നത്. ജോഷില, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. ജോഷില, ഏതെങ്കിലും തരത്തിൽ സൗജന്യ ചികിത്സ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് എന്താണ്? മനു, ഇതുവരെയായ ഒരു ചികിത്സ മുടങ്ങുന്ന ഒരു സാഹചര്യം കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടില്ല. എന്നാൽ മാധ്യമങ്ങളും അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ഇതിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ മോശമായി ചിത്രീകരിക്കാനുള്ള ഒരു ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തുടർച്ചയായി കോഴിക്കോട് മെഡിക്കൽ കോളേജിനെതിരെ പല രീതിയിൽ ആക്രമണം നടത്തുന്ന രീതിയിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. എന്നാൽ കൃത്യമായ ഒരു വസ്തുത മനസ്സിലാക്കേണ്ടത്, കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നടപ്പിലാക്കുന്ന ഒരു ആശുപത്രി കൂടിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി. ഈ സാധാരണക്കാരന് ഏറ്റവും അധികം ആശ്രയിക്കാൻ പറ്റുന്ന, ഏറ്റവും വിദഗ്ധ ചികിത്സ ലഭിക്കുന്ന, പ്രധാനമായും കണ്ണൂർ, മലപ്പുറം, വയനാട് ജില്ലകളിൽ നിന്ന് പോലും ആളുകൾ എത്തിച്ചേരുന്ന, ഏറ്റവും നല്ല ചികിത്സയ്ക്കായി ശസ്ത്രക്രിയകൾക്കടക്കം എത്തിച്ചേരുന്ന ഒരു ആശുപത്രിയെയാണ് ഇത്തരത്തിൽ ചിത്രീകരിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. ആശുപത്രി വികസന സമിതി പ്രാദേശികമായി വാങ്ങുന്ന മരുന്നുകളുണ്ട്. അതിൽ ചെറിയൊരു പ്രശ്നം നേരിട്ടു എന്നുള്ളതാണ്. അത് മരുന്ന് കമ്പനികൾക്ക്, മരുന്ന് വിതരണക്കാർക്ക് കൊടുക്കാനുള്ള തുക കുടിശ്ശിക വന്നു. അത് ഈ ഒരു വർഷത്തെ കുടിശ്ശിക എന്നുള്ളതല്ല, കാലാകാലങ്ങളായി കുടിശ്ശിക വന്ന് വരുന്ന ഒരു രീതിയാണ്. അത് കൊടുത്തു തീർക്കാറുമുണ്ട്, ഘട്ടം ഘട്ടമായി കൊടുത്തു തീർക്കാറുമുണ്ട്. 20 കോടി രൂപയാണ് കഴിഞ്ഞ ദിവസം ഇവർക്ക് കൊടുത്തു തീർക്കാനായി ആരോഗ്യവകുപ്പ് അനുവദിച്ചിട്ടുള്ളത് എന്നുള്ളത് വീണ ജോർജ് നേരത്തെ വ്യക്തമാക്കിയതുമാണ്. അതങ്ങനെ ഘട്ടം ഘട്ടമായി കൊടുത്തു തീർക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പെട്ടെന്ന് തന്നെ മരുന്ന് വിതരണക്കാർ ഇത്തരത്തിൽ മരുന്ന് കൊടുക്കുന്നത്, വിതരണം നടത്തുന്നത് നിർത്തിവെച്ചത്. അതിന്റെ ഒരു പ്രശ്നം നേരിട്ടു എന്നുള്ളതല്ലാതെ സൗജന്യ ചികിത്സകൾ ഒന്നും തന്നെ മുടങ്ങിയിട്ടില്ല. 150ഓളം അവശ്യ മരുന്നുകൾ പെട്ടെന്ന് തന്നെ കാരുണ്യ വഴി കൊടുക്കാൻ വേണ്ടി, അതായത് മെഡിക്കൽ കോളേജിൽ വിതരണം ചെയ്യാൻ വേണ്ടി വീണ ജോർജ് ഉടനെ തന്നെ ഇടപെടുകയും ആ ഒരു സംഭവം നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട്. 150ഓളം മരുന്നുകൾ, 50 മരുന്നുകൾ ശനിയാഴ്ച തന്നെ എത്തിച്ചേർന്നു. ഇന്ന് എല്ലാ മരുന്നുകളും എത്തിച്ചേരും. വൃക്കരോഗികളും അതുപോലെ തന്നെ ക്യാൻസർ പേഷ്യന്റിനുമുള്ള മരുന്നുകളൊക്കെ തന്നെ ഇന്ന് എത്തിച്ചേരും എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നം, ആരോഗ്യവകുപ്പിന് കിട്ടാനുള്ള 800 കോടിയോളം രൂപ കേന്ദ്രം ഇതുവരെ നൽകിയിട്ടില്ല എന്നുള്ളതും വീണ ജോർജ് അറിയിച്ചിട്ടുണ്ട്. ഇതിനെയൊക്കെ മറികടന്നുകൊണ്ടാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വിദഗ്ധരായ ഡോക്ടർമാരും വിദഗ്ധരായ ജീവനക്കാരും ഒക്കെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ ഈ രീതിയിൽ സാധാരണക്കാരനായ ആളുകൾക്ക് പോലും ഏറ്റവും വിദഗ്ധമായ ചികിത്സ കിട്ടുന്ന രീതിയിലേക്ക് ഈ ഒരു മെഡിക്കൽ കോളേജ് ആശുപത്രിയെ കൊണ്ടുപോകുന്നത്. എല്ലാവരും ആശ്രയിക്കുന്ന ഒരു ആശുപത്രി കൂടിയാണ്. അതിനെ തകർക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. MK രാഘവൻ MP അടക്കം ചെറിയൊരു പ്രശ്നത്തെ വലിയ പ്രശ്നമാക്കി മാറ്റിക്കൊണ്ട് സത്യാഗ്രഹ സമരമടക്കം സംഘടിപ്പിക്കുന്ന രീതിയിലേക്ക്, ഇതിനെ രാഷ്ട്രീയ ആയുധമാക്കാനുള്ള ഒരു സമര രീതിയിലേക്ക് മാറ്റുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മനു, ശരി. ഏതായാലും അപ്പോൾ വസ്തുത ഇതാണ്. ഇതിങ്ങനെ നിൽക്കുമ്പോഴാണ് അവിടെ സൗജന്യ ചികിത്സയടക്കം ലഭിക്കാതെ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വാർത്തകൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചത്. വിവരങ്ങളാണ് ജോഷിൽ നൽകിയത്.